വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് അറേബ്യ. സംസ്ഥാന കലോത്സവത്തിൽ മുമ്പ് ഏറെ സജീവമായിരുന്നു റിഷാം റസാഖ്. ജില്ലാ കലോത്സവത്തിൽ കലാപ്രതിഭാ പട്ടവും നേടിയിട്ടുണ്ട്. പ്രവാസ ലോകത്താണ് ജീവിതമെങ്കിലും കലയെ കൈവിടാൻ ഈ മനുഷ്യൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലേക്ക്. ലൈലാ മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റലേ കണ്ടുവോ നീ ആമാരനെ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ആസ്വാദകർക്ക് പരിചയപ്പെടുത്തിയ ഗായകരിൽ ഒരാളാണ് റിഷാം റസാഖ്. തൊഴിലിനായി ഗൾഫിലെത്തുന്നതോടെ വേദികളോട് വിട പറയുന്ന ഗായകരിൽ നിന്ന് വ്യത്യസ്തനാണ് റിഷാം. ഗൾഫിലെ സാംസ്കാരിക പരിപാടികളിൽ ഈ ഗായകൻ ഇപ്പോഴും സജീവമാണ്. ഹായ് ഗൈസ്, എൻ്റെ പേര് റിഷാം. 2006 കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ മാപ്പിളപ്പാട്ട്, ലൈറ്റ് മ്യൂസിക്, അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്, ഉറുദു റെസിറ്റേഷൻ എന്നീ വിവിധ പരിപാടികളിൽ ഫസ്റ്റ് പ്രൈസും ഒപ്പം തന്നെ 3 വർഷം നമ്മുടെ തൃശ്ശൂർ ജില്ലാ കലാപ്രതിഭയും ആയിരുന്നു. ഈ സ്നേഹലാളനം നീർ നീന്തും സാഗരം ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. ഞാൻ കഴിഞ്ഞ 3 വർഷമായി UAE താമസിക്കുന്നു. ഒപ്പം തന്നെ 2 വർഷം ആക്സിയം എന്ന കമ്പനിയിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ മാജിക് മ്യൂസിക് ഇവൻറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. ഗൾഫിലെ ഞാൻ വന്ന സമയത്ത് വളരെ അതായത് കുറച്ച് പ്രോഗ്രാംസ് മാത്രമാണ് എനിക്ക് കിട്ടിയിരുന്നത്. കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ കമ്പനിയിൽ ഒരു പരിധിവരെ വളരെ അധികം ടെൻഷൻസും ഒപ്പം തന്നെ ഹെക്റ്റിക് വർക്കും കൂടുതലായിരുന്നു. എനിക്ക് കൂടുതൽ പ്രോഗ്രാംസിനൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. നമ്മുടെ കലാപരമായിട്ടുള്ള പരിപാടിയോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഇവൻറ്റ്സിലേക്ക് മാറാമെന്ന് ചിന്തിച്ചത്. ഇപ്പോൾ അൽഹംദുലില്ലാ അത്യാവശ്യം നല്ല രീതിയിലാണ് കലാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അസ്തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊന്നേ മുസ്തഫ നബി തങ്ങളെ സ്തുതി ഇതാ പാടുന്നേ. നമ്മുടെ നാടുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. എന്നിരുന്നാലും ഇവിടെയുള്ള പ്രോഗ്രാംസ് UAE നടക്കുന്ന ഷോസ് നല്ല നിലവാരമുള്ള ഷോസാണ്. ഗുലാബി ആഖേ ജോ തെരി ദേഖി ശരാബി യേ ദിൽ ഹോ ഗയാ. ഭാവി പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇതിലോട്ട് ഇറങ്ങിച്ചെന്ന് പാട്ടായാലും അതുപോലെ തന്നെ ആക്ടിങ് അതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഗുലാബി ആഖേ വിജി തമ്പി സാറിൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിച്ചു. പിന്നെ ഇപ്പോൾ സമയക്കുറവ് കാരണം അതിൽ നിന്ന് കുറച്ചൊന്ന് പിന്നിലാക്കായിട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ബദനി സെൻറ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ കുന്നംകുളം, അവിടെയാണ് ഞാൻ പഠിച്ചത്. KG സെക്ഷനിലുള്ള സമയത്ത് അവിടെ ഒരു ടീച്ചർ ഒരു കോമ്പറ്റീഷൻ അവിടെ വന്നപ്പോൾ എൻ്റെ പേര് ജസ്റ്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. അന്ന് നമുക്കറിയില്ല, നമ്മുടെ ഫാമിലി ആണെങ്കിലും അറിയില്ല ഇത് പാട്ട് പാടുന്ന ഒരാളാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ജസ്റ്റ് ഒരു ലൈറ്റ് മ്യൂസിക്കിനൊരു പേര് കൊടുത്തതിന് ശേഷം അന്ന് പാടിപ്പിച്ച് നോക്കി സെലക്ഷൻ കിട്ടിയതിൽ. അങ്ങനെ അവർ പറഞ്ഞു, നല്ല ടാലൻ്റുള്ള കുട്ടിയാണ്, നിങ്ങൾ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു UKG തൊട്ടിട്ടാണ് ആക്ച്വലി ഞാൻ ഈ പാട്ട് എന്ന് പറയുന്ന ആ ഒരു കല എന്നിലുണ്ട് എന്ന് തിരിച്ചറിയുന്നു.
കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത്. ആദ്യ പ്രോഗ്രാം തന്നെയായിരുന്നു മാപ്പിളപ്പാട്ട്. അപ്പോൾ ആദ്യ വിജയി എന്നുള്ള ആ ഒരു ക്യാപ്ഷനിൽ എനിക്ക് അന്ന് ഉണ്ടായി. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ. പ്രവാസി ലോകത്തിൽ എന്നെ അറിയപ്പെടുന്ന ഒരു മാപ്പിളപ്പാട്ട് ഗായകൻ എന്ന രൂപത്തിലായിരുന്നു ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത. ഒരു മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിലാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരുവിധം ആൾക്കാർ വിചാരിക്കുന്നു മാപ്പിളപ്പാട്ട് മാത്രം ആണ് എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അതിനുശേഷം ഞാൻ ഹിന്ദി, തമിഴ്, മലയാളം എന്നീ ഭാഷകളിലെ സോങ്സ് ഞാൻ പാടി. ഇതുവഴി പോയിടും ഋതു പലതെന്നാലും, ഇതുവഴി പോയിടും ഋതു പലതെന്നാലും, മാനസമാകെ നമ്മൾ നെയ്യും വസന്തം. ഫാമിലി എന്ന് പറയുന്ന എൻ്റെ വൈഫ്, ഒരു കുട്ടി ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ സെറ്റിൽഡ് ആണ്. പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണു. കലാമേഖലയിൽ എനിക്ക് ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൂവിയിൽ പാടണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇൻഷാ അല്ലാഹ് ദൈവം സഹായിക്കുകയാണെങ്കിൽ. കുടുംബത്തോടൊപ്പം അജ്മാനിലാണ് ഇപ്പോൾ റിഷാമിന്റെ താമസം. കൂടുതൽ വേദികളും അവസരങ്ങളും റിഷാമിനെ തേടിയെത്തട്ടെ. വീക്കെൻഡ് അറേബ്യയുടെ ആശംസകൾ. എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ് മഹൽ ഞാനുയർത്താം.